നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മുടെ ജയറാമേട്ടൻ ഏറി തന്നെ കേട്ടോ, പുള്ളിനെ താഴോട്ട് ഇറക്കുന്നില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ട്രോൾ വീഡിയോയുടെ അയ്യര് കളിയാണ്. മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നുള്ള 2020 എന്ന സിനിമയിൽ ക്ലൈമാക്സ് പോർഷനിൽ നമ്മുടെ ജയറാമേട്ടൻ ഇല്ല, ബാക്കി എല്ലാ നടന്മാരും ഉണ്ട്. അപ്പോൾ ഇതിന് ജയറാം തമിഴ്നാട്ടിലൊരു ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിരിക്കുന്നത്. കാരണം പുള്ളി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപ്, സുരേഷ് ഗോപി ഇവരെല്ലാവരും വരുന്ന സമയത്ത് പുള്ളി ആ ഒരു സീനിലില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ദീപാവലി ആയതുകൊണ്ട് ഞാൻ ആ ക്ലൈമാക്സ് പോർഷനിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ദീപാവലിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. പിന്നീട് നമ്മുടെ മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ എന്താണെന്നറിയാമോ, ശബരിമലയിൽ എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ക്ലൈമാക്സ് പോർഷനിൽ നിൽക്കാനെന്ന്. സത്യം പറയാം, ഈ രണ്ട് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ആൾക്കാർ ഊക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. വർഷങ്ങളായി ഒപ്പം നിന്ന ആൾ കല്യാണത്തിന് ജയറാം കൊടുത്തത് 10,000 ഉലുവ. ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. ജയറാം ഒരു ഒന്നൊന്നര അവസരവാദി, രാജസേനൻ പറഞ്ഞത് 100% ശരി, നടനെതിരെ തിരിഞ്ഞ് സോഷ്യൽ മീഡിയ. സത്യത്തിൽ ഈ ജയറാമിൻ്റെ ഒരു സിനിമയിൽ ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ്. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നാണ് ആ സിനിമയുടെ പേര്. അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ ഹസീഫ് ഹനീഫാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തതാണ്. എനിക്ക് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സിനിമ അടാറ് ഫ്ലോപ്പായിരുന്നു. അതിനുശേഷമാണ് ജയറാമിൻ്റെ മകനെ വെച്ചിട്ട് ഹാപ്പി സർദാർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത്. അത് ജയറാമേട്ടൻ ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞ് അദ്ദേഹം കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിയെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ആ സിനിമ പഞ്ചാബ്, അതുപോലെ തന്നെ നമ്മുടെ ഫിലിം സിറ്റി, അങ്ങനെ ഒരുപാട് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയായിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർക്ക് ഏതാണ്ട് ഒരു 8 കോടിയോളം രൂപ നഷ്ടം വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പം ഈ ജയറാം എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു വിനയം കാണുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പുള്ളി വളയുന്നത് പോലെ തന്നെ നമ്മളും വളഞ്ഞു. കാരണം മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം വിനയമുള്ള ഒരു നടന് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കത്തില്ല. അത് ഞാൻ കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണെങ്കിലും ഈ സിനിമ ഫ്ലോപ്പായി. ഈ പ്രൊഡ്യൂസറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ തെണ്ടി കുത്തുവാള. ഈ 2 സിനിമ കൊണ്ട് ആ മനുഷ്യൻ നല്ല രീതിയിൽ സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. തെണ്ടി കുത്തുവാള എടുത്തപ്പം വീട്ടിലിരിപ്പാണ് പുള്ളി. അപ്പം ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല, റെസ്പോൺസ് ചെയ്യത്തില്ല. കാരണം വർഷങ്ങളായിട്ട് കൂടെ നിന്നിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഒരാൾക്ക് കല്യാണത്തിന് 10,000 രൂപ കൊടുത്തു പറയുമ്പോഴത്തേക്ക് ആ എച്ചിത്തര എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ജയറാം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ പുതിയൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഞാൻ കണ്ടില്ല, തമിഴ് സിനിമയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ചില ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ സത്യം പറയാമല്ലോ, ഇയാളെപ്പോലൊരു അവസരവാദിയെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും മലയാളികളെ സൂചിപ്പിക്കും, തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ്നാട്ടുകാരെ സൂചിപ്പിക്കും, ഇനി തെലുങ്കാനയിൽ പോയി കഴിഞ്ഞാൽ തെലുങ്കാനയിലുള്ള ആൾക്കാരെ സൂചിപ്പിക്കും. ഇങ്ങനെ സുഖിപ്പിച്ച് ജീവിക്കുന്ന ഒരാളായിട്ടാണ് ജയറാമിനെ നമുക്കിപ്പം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ എടുത്തിട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ അങ്ങ് മേളിലോട്ട് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുന്നതും. മലയാളത്തിൽ ഒരു സിനിമയും ഇല്ലാതെ വന്ന സമയത്താണ് ഓസ്ലർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസിനായിട്ട് എത്തി. അതിനകത്ത് മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വന്നു. ജയറാമിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായിട്ട് ഓസ്ലർ മാറി. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നെങ്കിൽ പിൻകാലത്ത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടാണോ അതോ ഇത്തരത്തിലുള്ള മനസ്ഥിതി കൊണ്ടാണോ പുള്ളിയുടെ സിനിമകളൊക്കെ രാജസേനനാണല്ലോ പുള്ളിനെ ഏറ്റവും കൂടുതൽ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ 2 സിനിമ എടുത്ത പ്രൊഡ്യൂസറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. കാരണം അമ്മാതിരി ഒരു അവസ്ഥയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരു സിനിമ എടുക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹെൽത്ത് പരമായിട്ടും അദ്ദേഹം ഭയങ്കരമായിട്ട് വീക്കായി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇവരെ വെച്ച് സിനിമ എടുത്ത ആ സിനിമ ഫ്ലോപ്പായി, പൈസയും നഷ്ടപ്പെട്ടും അവസാനം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും എടുക്കുകയൊന്നും ചെയ്തുകൂടെ? ഇതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നത്. അപ്പോൾ എന്താണേലും ഈ വിനയത്വമുള്ള നമ്മുടെ സകല കലാവല്ലഭനായിട്ടുള്ള നമ്മുടെ ജയറാമേട്ടൻ ഇപ്പോഴും എയറിൽ തന്നെയാണ്. ഇനി എപ്പോൾ താഴെ ഇറങ്ങുമെന്നുള്ളത് അറിയില്ല. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും